പുകവലിയും ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുകവലി എന്ന് പറയുമ്പോൾ നമുക്കത് സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ എന്ന അംശത്തിന് പുറമെ നമുക്ക് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യാവുന്നത് പോലത്തെ ശ്വാസകോശത്തിൽ ക്യാൻസർ പോലത്തെ, ശ്വാസകോശത്തിൽ മാത്രമല്ല ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ക്യാൻസറൊക്കെ ഉണ്ടാക്കാവുന്ന പോലെ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് അങ്ങനെ പല അംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പുക വലിക്കുമ്പോൾ ഇത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ പറ്റുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എയർവേസ്, അതായത് നമ്മുടെ ശ്വാസം പോകുന്ന നാളങ്ങൾക്ക് ചുരുക്കമുണ്ടാകാം. അവിടെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിലെ നമ്മുടെ പ്രതിരോധ ശേഷിയെ തന്നെ അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട സെൽസ് അതിനെ അഫക്റ്റ് ചെയ്യുകയും നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്മോക്കിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ലങ് ഡിസീസസ് എന്ന് പറയുന്നത് പ്രധാനമായും നമുക്കൊരു പുക വലിക്കുന്ന ആൾക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ചുമ എന്ന് പറയുന്നത്. അവർക്ക് വിട്ടുമാറാത്ത നിരന്തരമായ ചുമ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മ്യൂക്കസ് ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മൾ പുകവലിച്ച് ഉണ്ടാകുന്ന കുറേ ഈ അംശങ്ങൾ കാരണം തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ അധികം കഫം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചുമയായിട്ടായിരിക്കും അത് പുറത്തോട്ട് നമുക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ നമുക്ക് കിതപ്പ് അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളും കാണാറുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് വരുമ്പോൾ തന്നെ നമുക്ക് റെക്കറൻറ്റ് ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കൂടുന്നു. 2, COPD എന്ന് പറഞ്ഞ രോഗം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അപ്പോൾ ആ COPD ഉണ്ടാകാനായിട്ട് പല റീസൺസ് ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പുകവലിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പുകവലിക്കുമ്പോൾ അത് കാരണം നമുക്ക് ചുമയും കഫക്കെട്ടുമായിട്ടായിരിക്കും ഈ COPD നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുന്നത് ശ്വാസകോശത്തിൽ മാത്രമല്ല, പുകവലിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ക്യാൻസർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഫവും ചുമയും പിന്നെ കഫത്തിൽ രക്തത്തിൻ്റെ അംശം തുടങ്ങിയവയായിരിക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ TB എന്ന ശ്വാസകോശ TB ഉണ്ടാകാനുള്ള സാധ്യതയും ഒരു പുക വലിക്കുന്ന ഒരാൾക്ക് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ പുക വലിക്കുന്ന ഒരാൾക്ക് ശ്വാസകോശ TB എന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് പനി അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുകളിൽ നിൽക്കുന്ന പനി, ചുമ, കഫക്കെട്ട്, നമുക്ക് രാത്രിയിൽ ഒരുപാട് വേർക്കുക, നൈറ്റ് സ്വെറ്റ്സ് എന്ന് പറയുക, വിശപ്പില്ലായ്മ തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ പുകവലിക്കുന്നത് മൂലം നമുക്ക് ഹാർട്ടിൻ്റെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, തലച്ചോറിലേക്ക് രക്തഓട്ടം കുറഞ്ഞിട്ട് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം വളരെയധികം കൂടാറുണ്ട്. പുകവലിക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് പുകവലിക്ക് നിർത്താനായിട്ട് നമുക്ക് സഹായിക്കാവുന്നത്? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുകവലിക്കുന്നത് വലിക്കുന്ന ആൾ തന്നെ സ്വയമായി ഒരു നിശ്ചയമായിട്ട് എടുക്കണം. അതായത് ഞാനിനി പുക വലിക്കില്ല എന്നത്, അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനൊപ്പമേ ബാക്കി കാര്യങ്ങൾ വരുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നതാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഗംസ് പോലെ നിക്കോട്ടിൻ ഗംസ്, നിക്കോട്ടിൻ ലോസഞ്ചസ്, വായിലിട്ട് അലിയിക്കാവുന്ന തരം മരുന്നുകൾ, നമ്മുടെ നിക്കോട്ടിൻ പാച്ച് തുടങ്ങിയവ ഇപ്പോൾ നമുക്ക് ധാരാളമായി ലഭിക്കാറുണ്ട്. ഇതിലൊക്കെ നിന്നില്ലെങ്കിൽ നമുക്ക് ഗുളികകളായിട്ട്, അതായത് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പുക വലിക്കുന്ന ഒരാൾ സ്വയമായി ആദ്യമേ നമുക്ക് ദൃഢനിശ്ചയമായിട്ട് എടുക്കണം, ഞാൻ പുക വലിക്കില്ല എന്നുള്ളത്. കാരണം പുക വലിക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് ശ്വാസകോശത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ശരീരത്തിലെ പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും നമുക്ക് പിന്നീടാണെങ്കിലും അപ്പോഴാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നന്ദി, നമസ്കാരം.